മക്കളെ, ഇന്ന് നമുക്ക് ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയിലെ ആശയം നോക്കാം. ആശയ് അതുപോലെ തന്നെ ടിപ്പണി, കവിത പർ ടിപ്പണി ലിഖേം എന്ന് പറഞ്ഞാലും ആശയ് ലിഖേം എന്ന് പറഞ്ഞാലും ഒരേ ചോദ്യമാണ്. ഓക്കെ, ആശയം എഴുതാൻ പറഞ്ഞാലും ടിപ്പണി എഴുതാൻ പറഞ്ഞാലും നിങ്ങൾ ഒരേ ഉത്തരം തന്നെയാണ് എഴുതി കൊടുക്കേണ്ടത്. മനസ്സിലായല്ലോ? അപ്പം നമുക്ക് നോക്കാം. നാഗാർജുൻ की कविता बहुत दिनों के बाद ग्रामीण जीवन की सुंदरता और साधारण सुखों का वर्णन करती है. നാഗാർജുൻ്റെ കവിതയായ ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിത ഗ്രാമീണ ജീവൻ കി സുന്ദരത, ഗ്രാമജീവിതത്തിലെ സൗന്ദര്യവും സാധാരണ സുഖവും കാ വർണ്ണന, സാധാരണ സുഖത്തിൻ്റെ വർണ്ണനയുമാണ് ചെയ്തിരിക്കുന്നത്. कविता में कवि ने लंबे समय के बाद गाँव लौटने पर अपने अनुभवों को साझा किया है. കവിതയിൽ കവി ലംബേ സമയ്ക്ക് ബാദ്, നീണ്ട സമയത്തിന് ശേഷം, അതായത് കുറച്ച് കാലങ്ങൾക്ക് ശേഷം, ഗാവ് ലൗട്ട്നെ പർ, ഗ്രാമത്തിൽ തിരിച്ചെത്തിയതിൽ, അപ്പനെ അനുഭവം കോ, സ്വന്തം അനുഭവങ്ങൾ, കുറേ കാലങ്ങൾക്ക് ശേഷം സ്വന്തം ഗ്രാമത്തിൽ തിരിച്ചെത്തിയിട്ട് അവിടെ നിന്ന് അദ്ദേഹത്തിനുണ്ടാകുന്ന അനുഭവങ്ങൾ സാക്ഷ്യപ്പെടുത്തുന്നതാണ് ഈ കവിതയിൽ പറയുന്ന കാര്യം. ബഹുത്ത് ദിനോ കെ ബാദ് എന്ന കവിതയിലുള്ളത്. कवि ने उन छोटे छोटे अनुभवों का वर्णन किया है. കവി ചെറിയ ചെറിയ അനുഭവങ്ങളെ പോലും ഇവിടെ വർണ്ണിച്ചിട്ടുണ്ട്. ജിനേം ഉനോനെ ബഹുത്ത് ദിനോ ബാദ് പുനഃ മഹസൂസ് കിയ. അദ്ദേഹത്തിന് കുറേ ദിവസങ്ങൾക്ക് ശേഷം വീണ്ടും എന്തൊക്കെ അനുഭവമാണ് ഉണ്ടായത്, അതായത് കവിക്ക് കുട്ടിക്കാലത്ത് ഉണ്ടായിരുന്ന അനുഭവങ്ങൾ. കുറേ വർഷങ്ങൾക്ക് ശേഷം നാട്ടിലെത്തിയ അദ്ദേഹത്തിന് വീണ്ടും ആ അനുഭവങ്ങൾ ഉണ്ടാകുന്നു. അപ്പോൾ ചെറിയ ചെറിയ അനുഭവങ്ങൾ പോലും അദ്ദേഹം ഇവിടെ വിവരിച്ചിട്ടുണ്ട് എന്നാണ് പറയുന്നത്. വഹ് പക്കി ഹുയി സുൻഹരി ഫസലോ കി മുസ്കാൻ കോ ദേഖ്ന. അത് പക്കി ഹുയി സുൻഹരി ഫസലോ കി മുസ്കാൻ കോ ദേഖ്ന, പാകമായ വിളവുകൾ, പാകമായ വിളവുകളുടെ പുഞ്ചിരി നോക്കുക. കിശോരിയോ കെ ദാൻ കൂട്നെ കി മധുർ ആവാസ് കോ സുന്ന. യുവതികൾ നെല്ലു കുത്തുന്ന കൂട്നെ കി മധുർ ആവാസ്, നെല്ലു കുത്തുന്നതിൻ്റെ മധുരമായ ശബ്ദം കേൾക്കുക. മൗൽസിരിക്ക് താസേ ഫൂൽ കി ഖുശ്ബൂ കോ സൂങ്ന. ഇലഞ്ഞിപ്പൂ, താസേ ഫൂലാണ് പറയുന്നത്, അപ്പോൾ ശുദ്ധമായ പൂ, അതായത് പുതിയ പൂക്കൾ, ഇലഞ്ഞിയുടെ പുതിയ പൂക്കളുടെ ഗന്ധം അത് മണക്കുക. ഗംവയി പകടണ്ടിക്ക് ധൂള് കോ ചൂന. ഒറ്റയടിപ്പാതയിലെ പൊടി തൊടുക, കാലുകൊണ്ട് പൊടി സ്പർശിക്കുക. താൾ മക്കാന ഖാന, ഒരു ഔഷധ ചെടിയാണ്, ആ ഔഷധച്ചെടി കഴിക്കുക. അവർ ഗന്നെ ചൂസ്ന, കരിമ്പിൻ ജ്യൂസ് കുടിക്കുക. ഇൻ സബി അനുഭവം കോ ഉനോനെ ജി ബർക്കർ ജിയ. ഈ എല്ലാ അനുഭവങ്ങളും അദ്ദേഹം മനസ്സ് നിറയെ ആസ്വദിച്ചു. कवि का संदेश है कि वास्तविक सुख सरलता और प्रकृति के निकटता में निहित है. കവിയുടെ സന്ദേശം ഇതാണ്: വാസ്തവിക സുഖം, യഥാർത്ഥ സുഖം എന്ന് പറയുന്നത് സരളത ഓർ പ്രകൃതിക്ക് നികടതാമെ നിഹിത് ഹെ, ലളിതമായിട്ടുള്ള രീതിയിലും അതുപോലെ തന്നെ ലാളിത്യത്തിലും അതേപോലെ തന്നെ പ്രകൃതിക്ക് നികടത, പ്രകൃതിയുടെ അടുപ്പത്തിലുമാണ് ഉള്ളത്. അതായത് പ്രകൃതിയോട് ഇണങ്ങിച്ചേർന്ന് ജീവിക്കുക, ലളിതമായ ജീവിതം നയിക്കുക, പ്രകൃതിയോട് ചേർന്നിട്ട്. അപ്പോഴാണ് വാസ്തവികമായിട്ടുള്ള സുഖം ലഭിക്കുന്നത് എന്നാണ് കവിയുടെ ഈ കവിതയിലൂടെ കവി നൽകുന്ന സന്ദേശം. അപ്പം അത്രയാണ് നമ്മുടെ കവിതയുടെ ആശയമുള്ളത്. എല്ലാവരും ക്ലാസ് ഫുള്ളായിട്ട് കാണുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ തീർച്ചയായിട്ടും അറിയിക്കുക. ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ഓക്കെ.